ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, വീണ്ടും ഒരു നൈറ്റ് റിയാക്ഷൻ അല്ലേ? അപ്പോൾ നമ്മുടെ വിടുതലൈ പാർട്ട് 2-ന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട്. കാരണം അവിടെ അതിൻ്റെ ഓഡിയോ ലോഞ്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 8 മണിക്ക് പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഒരു ഡിലേ കാരണമായിരിക്കണം കുറച്ച് ലേറ്റായി, ഒരു അരമണിക്കൂർ ലേറ്റായി. അപ്പോൾ നമുക്കറിയാം, വിടുതലൈ പാർട്ട് 1 ഒരു ഗംഭീര സിനിമ, ഒരു മാസ്റ്റർ ക്ലാസ് മൂവി തന്നെയായിരുന്നു. നമ്മുടെ വെട്രിമാരനാണ് ഡയറക്ഷൻ. അപ്പോൾ അതിൻ്റെ പാർട്ട് 1-ൽ തന്നെ നമ്മുടെ വിജയ് സേതുപതി ഒരു 10 മിനിറ്റ് വന്നിട്ട് പോയതേ ഉള്ളൂ. പുള്ളി കത്തിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇതിൽ നമ്മുടെ വിജയ് സേതുപതി ഷോ തന്നെ ആയിരിക്കണം. അപ്പോൾ വളരെ പിന്നെ സൂരി നമ്മൾ കാണാത്ത ഒരു ക്യാരക്ടറിലാണ്, മീൻസ് കഥാപാത്രത്തിലാണ് വന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ കാണാത്ത, പുള്ളി കോമഡി മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു സീരിയസ് റോളിൽ പുള്ളി ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണ്. ഇതിൽ നമ്മുടെ എന്താ പറയുക, മഞ്ജു വാര്യർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ചെവി ചെറുതായതുകൊണ്ട് ഹെഡ്സെറ്റ് ഇങ്ങനെ ഊരി വരെയാണ്. അപ്പം നമ്മൾ മാറ്റിയൊക്കെ വെച്ച് നോക്കി. ശരി, അപ്പം നീ ഇങ്ങനെ കൈ വെച്ചോണ്ടിരുന്നോ? പല ട്രെയിലർ റിയാക്ഷനിൽ നിങ്ങൾ കണ്ടായിരിക്കും ഇവിടെ കൈ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് ഇങ്ങനത്തെ ടൈം മാത്രമേ നിൽക്കുള്ളൂ. കണ്ട, മറ്റേ ബാക്കി എല്ലാം ഇതാ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കും. കുഞ്ഞി ചെവി പോയി. പക്ഷെ ഞാനെല്ലാം കേൾക്കും. നമുക്ക് ട്രെയിലർ நிலம், இனம், மொழின்னு மக்களை ஒன்று சேர்க்குற வேலையை நாங்கள் செய்ய ஆரம்பித்தப்போ நீங்கள் கட்டமைச்சிருக்கிற இந்த ஜாதி, மதம், பிரிவினைவாதம் எதை வச்சு உங்கள் அமைப்பால் அரசியல் பண்ண முடியாமல் போச்சு. அப்போ ஆரம்பிச்சது இந்த பயம். அந்த பயத்தால் தான் எங்களை பிரிவினைவாதிகள்னு பிரச்சாரம் பண்ணுறீங்க. பெருமாள் அரெஸ்ட் பண்ணியிருக்கிறதா சொல்கிறாரு. சிஎம் சார் வீட்டுக்கு ஃபோன் பண்ணுங்க. வன்முறை எங்கள் மொழி இல்லை, ஆனால் எங்களுக்கு அந்த மொழியும் பேச தெரியும். நம்ம 2 பேரும் கல்யாணம் பண்ணிக்கலாம். இப்போ கோர்ட்டில் ப்ரொடியூஸ் பண்ணாங்க. இந்த பெருமாள் யார், அவன் எங்கே பிறந்தான், என்ன படித்தான், எதுக்காக நம்ம கவர்மெண்ட்டை எதிர்த்து சண்டை போடுறான்? ஒடுக்கப்பட்ட மக்களுக்காக போராடின எல்லோரும் நம்முடைய முன்னெத்தியர் தான். மகாலட்சுமியை கொண்டுலாம்ப்பா. சரியான நேரம் வரும்போது செய்வோம். ஒடுக்கப்பட்ட மக்களோட நிற்கிற எல்லோருமே நம்முடைய தோழர்கள் தான். பார், என்ன மாதிரி படிக்காத ஒருத்தன் தண்டவாளத்துல தலை வச்சு படுத்தனாலதான் உன்ன மாதிரி ஒருத்தன் படிச்சுட்டு வந்து இங்க உட்கார்ந்துருக்க. உனக்கான பயணத்தை பாதை காட்டு. கருப்படு சாவலடா. யார் பிடிச்சது? பெருமாள் தோழர் பேஸ் கேம்ப்ல தான் வச்சிருப்பாங்க. நம்ம அங்கேயே இறங்கி தாக்குதல் நடத்தி அவரை கூட்டிட்டு வரும். சுலேல், பெட்டர் நைட் அவனை கேம்ப்ல வைக்காத. சேஃபான இடத்துக்கு ஷிஃப்ட் பண்ணிடு. குமரேசன், மறுபடியும் நீங்க தானா? ராகவேந்தர், பெருமாள் தப்பிச்சிடக்கூடாது. கேர்ஃபுல். பாலா, யாருன்னு பாரு. வாத்தியார் தாங்கய்யா. தத்துவம் இல்லாத தலைவர்கள் ரசிகர் மட்டும்தான் உருவாக்குவாங்க. அது முன்னேற்றத்துக்கு வழிவகுக்காது. യെസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടതുപോലെ തന്നെ ഇതിന്റെ മേക്കിംഗ് ഒരു രക്ഷയില്ല. സംഭവം ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ 20-ാം തീയതി, ഡിസംബർ 20-ാം തീയതിയാണ് ഇറങ്ങുന്നത്. ലുക്കിംഗ് ഫോർവേഡ് ഫോർ ഇറ്റ്. ഒരു ഗംഭീര പെർഫോമൻസ് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാണാറുള്ള ഒരു കോമൺ ഇതാണ്. പക്ഷെ അതിന്റെ പ്രസന്റേഷൻ പാർട്ട് 2 തന്നെ വരുമ്പം അതിന്റെ ഒരു എന്താ പറയാ, ആൾക്കാർ വളരെ കൂടുതലായിരിക്കും. കാരണം പുഷ്പ സെക്കൻഡ് വരുന്നുണ്ട്. പക്ഷെ ഈ സിനിമ എന്ന് പറയുന്നത് അത്ര എന്താ പറയാ
സോഷ്യലി റെലവൻറ്റ് ഇങ്ങനൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ ഇവരുടെ പെർഫോമൻസും ഒക്കെ ഒരു ഹൈ ആയിരുന്നു ഫസ്റ്റ് പാർട്ടിൽ. അപ്പം എക്സ്പെക്ടേഷൻ വളരെ കൂടുതലാണ്. ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇളയരാജ സാറിൻ്റെ മ്യൂസിക് BGM ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നത് തന്നെ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് കൊടുക്കുന്നുണ്ട് സീൻസിന്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ? കൂടുതലും എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പാണല്ലോ, കൂടുതലും ഫൈറ്റും അങ്ങനെയുള്ള ഒരു അല്ലെ. അതില് എനിക്ക് തോന്നുന്ന റൊമാൻസ് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് നമ്മുടെ മഞ്ജു വാര്യർ അതിന്റെ ഇടയിൽ കയറി വരുന്നുണ്ട്. നമ്മുടെ വിജയ് സേതുപതി സാറ് പേരായിട്ടുമാണ്. ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് ആർക്ക് വെച്ച് പറഞ്ഞതുപോലെയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ആയിരിക്കില്ല, അത് സിനിമയുടെ ഭാഗമായിരിക്കണം. അപ്പോൾ ഇനി ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോ